രണ്ട് ദിവസമായി മാവോയിസ്റ്റുകൾക്കെതിരെ ഓപ്പറേഷൻ തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ വനത്തിനുള്ളിൽ ഓപ്പറേഷനിടയിൽ പക്ഷേ ഒരു മാവോയിസ്റ്റ് വിരുദ്ധ സേനാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. മധ്യപ്രദേശിലെ ഹോക്ക് ഫോഴ്സ് അംഗം ഇൻസ്പെക്ടർ ആശിഷ് ശർമ്മയാണ് മാവോയിസ്റ്റുകളുടെ വെടിയേറ്റ് മരിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. ആന്ധ്രാപ്രദേശിൽ വനത്തിൽ ഏറ്റുമുട്ടലുണ്ടായ 6 മാവോയിസ്റ്റുകളെ വധിച്ചു എന്നുൾപ്പെടെയുള്ള പുതിയ വിവരങ്ങളുമുണ്ട്. പി ബസന്ത്, എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഓപ്പറേഷൻ? മറ്റു വിവരങ്ങൾ. രതീഷ്, ഇതിപ്പോൾ ഛത്തീസ്ഗഡിലെ വനത്തിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ ഹോക്ക് ഫോഴ്സ്, അതായത് മാവോയിസ്റ്റ് വിരുദ്ധ സേനയുടെ അംഗമായ ആശിഷ് ശർമ്മ വെടിയേറ്റ് മരിച്ചത്. മൃതദേഹം ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് റായ്പൂരിൽ എത്തിച്ചിട്ടുണ്ട്. അതേസമയം ആന്ധ്രയിൽ വീണ്ടും മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള നടപടികൾ തുടരുന്നു. 6 മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു എന്നാണ് ഇപ്പോൾ ADG അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ഓപ്പറേഷനെ തുടർന്ന് ഇന്ന് രാവിലെയും ഏറ്റുമുട്ടലുണ്ടായി എന്നുള്ളതാണ്. ഇന്നലെ അറസ്റ്റിലായ 50 മാവോയിസ്റ്റുകളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും അല്പസമയം മുമ്പ് അവരെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു. മാവോയിസ്റ്റുകളുടെ ഇപ്പോൾ നിലവിലുള്ള നേതാവായ സിപ്രി തിരുപ്പതി അടക്കമുള്ളവർ പിടിയിലായി എന്നുള്ള സൂചനയാണുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസ് ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് സിപ്രി തിരുപ്പതി എന്ന് പറയുന്നത്. ദണ്ഡേവാഡ CRPF ആക്രമണത്തിന് അടക്കമുള്ളതിൽ പങ്കെടുത്ത ആളാണ് ആ സിപ്രി. ഇപ്പോൾ ഈ ഇന്നലെ പിടിയിലായ 50 മാവോയിസ്റ്റുകളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനിടയിലാണ് ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നത്.